ബഹുമാനനായ ശ്രീ ബി ഗോപകുമാർ കൊല്ലം ജില്ലയുടെ അധ്യക്ഷനായി, നിലവിൽ തിരുവനന്തപുരം മേഖലയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മൂന്നാമത് പോരാട്ടത്തിന് ചാത്തന്നൂരിന്റെ മണ്ണിലിറങ്ങിയത്. അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആരാധ്യനായ ശ്രീ ബി ഗോപകുമാർ അവരുടെ ആദരവോടെ ഈ സഭയിലേക്ക് ക്ഷണിച്ചോളും. ഏറെ ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ബഹുമാനായ മുരളിയേട്ടൻ, ശ്രീ കൃഷ്ണാസേട്ടൻ, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, ഏറെ ബഹുമാനരായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഏറെ ഒരു അഭിമാനകരമായ സന്തോഷകരമായ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കേണ്ട 2016 തിരഞ്ഞെടുപ്പ് വളരെ യാദൃച്ഛികമായി ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം ലഭിച്ചു. അന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനായ ആദരണീയായ ശ്രീ കുമ്മനം രാജശേഖരൻ, അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ചാത്തന്നൂരിൽ മത്സരിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഇപ്പോഴത്തെ പ്രചാരകനായിട്ടുള്ള ശ്രീ ഉണ്ണി, അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമം ഇടപെടലിലാണ് ഞാൻ BJPയിലേക്ക് വരാനുള്ള ഒരവസരമായത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഞാൻ മിസ്ഡ് കാൾ വഴി BJPയിൽ അംഗത്വമെടുത്ത് സ്ഥാനാർത്ഥിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ശ്രീമതി ശ്രീലേഖ IPS കഴിഞ്ഞാൽ പിന്നെ ജൂനിയർ BJPക്കകത്ത് ഞാനാണ്. പക്ഷേ 2016 പാർട്ടി എനിക്ക് മത്സരിക്കാനുള്ള അവസരം തന്നു. കൃഷ്ണാസേട്ടൻ വേദിയിലുണ്ട്. എൻ്റെ അന്നത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് കൃഷ്ണാസേട്ടനാണ്. 3381 വോട്ട് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നിടത്ത് 2016 അത് 33,000 വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനത്തിന്റെ വർധനവ് വന്ന മണ്ഡലം ചാത്തന്നൂരായിരുന്നു. 10,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ച് 42,000 വോട്ടിലേക്ക് മാറി. 26 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു 10,000 വോട്ട് വർദ്ധിപ്പിച്ച് 52,432 വോട്ടിലേക്ക് ചാത്തന്നൂർ മാറി. കഴിഞ്ഞ 4 പതിറ്റാണ്ട് ചാത്തന്നൂരിൻ്റെ പൊതുരംഗത്ത് എനിക്ക് ലഭിച്ച ഒരു സ്വീകാര്യതയുണ്ട്. അവർ നൽകിയ ഒരു വലിയൊരു പിന്തുണയുണ്ട്, സഹായമുണ്ട്. 95-2000 സ്വന്തം വാർഡിൽ അന്നുവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാത്രം വിജയിച്ചിരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡ്, പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കിയതിനു ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ 39 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് സ്വന്തം നാട്ടിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞു. ഇന്ന് 16-ലെയും 21-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ ചാത്തന്നൂർ 26-ലെ പ്രബുദ്ധ ജനത ഒരു അംഗീകാരം നൽകി. 2 തവണ 2ാം സ്ഥാനത്ത് വന്നയാൾ ഇത്തവണ 1ാം സ്ഥാനത്തെത്തട്ടെ എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ വിജയം ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞതുപോലെ എന്നെ ഞാനാക്കിയ, ഇവിടെ സുരേഷ് പറഞ്ഞു, വളരെ സാധാരണ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഈ തരത്തിലേക്ക് വളരുവാൻ എന്നെ സഹായിച്ചത് ചാത്തന്നൂരിലെ ജനങ്ങളാണ്. എൻ്റെ വിജയം ഞാൻ ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയ്ക്ക് മുന്നിലാണ് സമർപ്പിക്കപ്പെടുന്നത്. ഇവിടെ നിയമസഭയിലേക്ക് പോകുമ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് രാജ്യസഭയിൽ ദീർഘകാലം പ്രവർത്തിച്ച 2 മുൻ കേന്ദ്രമന്ത്രിമാർ. അവരുടെ അനുഭവം, ഞാനൊരു ഗ്രാമപഞ്ചായത്ത് അംഗമായി മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അവരുടെ പാർലമെന്ററി രംഗത്തെ അനുഭവമാണ് ഈ പോരാട്ടത്തിന്റെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3 MLA-മാർ കോൺഗ്രസിന്റെയും LDFിന്റെയും എതിരെയുള്ള ശബ്ദമായി, നരേന്ദ്രമോദിജിയുടെ ശബ്ദമായി കേരള നിയമസഭയിൽ മാറേണ്ടതുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയം മാറുകയാണ്. 2 മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ച കേരളം ഈ തെരഞ്ഞെടുപ്പ് 3 MLA-മാരെ സൃഷ്ടിച്ചപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പുതിയ ചോദ്യം കൂടി ഉയർന്നു. ഒരു ബദൽ രാഷ്ട്രീയം ആര്? ആ ബദൽ രാഷ്ട്രീയം BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യമാണ് എന്ന വ്യക്തമായ സൂചന കേരളത്തിന്റെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
3-ൽ നിന്ന് 73 എന്ന മിനിമം സംഖ്യയിലേക്ക് മാറാനുള്ള സംഘടനാപരമായ ശേഷി ഇന്ന് BJPക്ക് NDA സഖ്യത്തിന് കേരളത്തിലുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വേദിയിലിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു BJP പ്രവർത്തകൻ MLA ആയി കടന്നു വരുമ്പോൾ ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണം, ഊഷ്മളമായ വരവേൽപ്പ്, അതിനുമപ്പുറം ചാത്തന്നൂർ നൽകിയ വലിയ വിജയം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരുമിച്ച് നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് വേദിയായിരുന്നു ചാത്തന്നൂർ. മാന്യ പ്രാന്തപ്രചാരക സുദർശൻജിയുടെ അടക്കം മണ്ഡലമാണ് ചാത്തന്നൂർ. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടകൊത്തളങ്ങളിൽ നേടിയ ആ വലിയ വിജയം ഒരിക്കൽ കൂടി ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.